ഫോച്ച എന്ന് പറഞ്ഞ സിറ്റിയിൽ യൂണിവേഴ്സിറ്റി ഓഫ് ഈസ്റ്റ് സെറജോവിലെ മെഡിക്കൽ ഫാക്കൽറ്റിയിലാണ്. സോ വി ഇൻട്രൊഡ്യൂസ് വൺ ഓഫ് അവർ സ്റ്റുഡൻറ്റ്. ഹായ്, ഐ എം മീനാക്ഷി. ഞാൻ ആലപ്പുഴക്കാരിയാണ്. ഞാൻ ആക്ച്വലി ഫസ്റ്റ് ഇയർ സ്റ്റുഡൻ്റ് ആണ് മെഡിസിൻ ഇൻ യൂണിവേഴ്സിറ്റി ഓഫ് ഈസ്റ്റ് സെറായോ. ആൻഡ് മൈ എക്സ്പീരിയൻസ് ഇസ് ക്വൈറ്റ് വെൽ റൈറ്റ് നൗ. ഓക്കെ, വാട്ട് ഈസ് യുവർ, എന്താണ് ഫസ്റ്റ് ഇംപ്രഷൻ ഇവിടെ വന്നതിൻ്റെ? ദ ഫാക്കൽറ്റി ഇസ് റിയലി അമേസിങ്. നല്ലപോലെ പഠിപ്പിച്ച് നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ തന്നെ പഠിപ്പിക്കുന്നുണ്ട്. ആൻഡ് സ്ട്രെസ് ഫ്രീ ആണ്. നമ്മുടെ നാട്ടിലെ പോലെയല്ല, നല്ല സ്ട്രെസ് ഫ്രീ ആയിട്ടാണ് പഠിപ്പിക്കുന്നത്. ഓക്കെ, ഇവിടുത്തെ എഡ്യൂക്കേഷൻ ഫെസിലിറ്റീസും ഇവിടെ നിങ്ങളുടെ ക്ലിനിക്കൽ എക്സ്പോഷർ, എനിക്കറിയാം യൂണിവേഴ്സിറ്റിയുടെ തൊട്ടടുത്ത് തന്നെയാണ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന ഹോസ്പിറ്റൽസും. സോ വാക്കിംഗ് ഡിസ്റ്റൻസ് ഉള്ളൂ. സോ ആ ഹോസ്പിറ്റലിൽ നിങ്ങൾ നാട്ടിലത്തെ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ നാട്ടിൽ നിങ്ങൾ കണ്ട ആ മെഡിക്കൽ ഫെസിലിറ്റീസും ഈ രാജ്യത്ത് കണ്ട മെഡിക്കൽ ഫെസിലിറ്റീസായിട്ട് എങ്ങനെ നമുക്ക് താരതമ്യപ്പെടുത്താം? ഓഫ് കോഴ്സ് ഇവിടെ ലാംഗ്വേജ് ഒരു ബാരിയർ ആണേലും എന്താ പറയുക, ഒത്തിരി നമുക്ക് ഡിഫറെൻ്റ് ആയിട്ട് അങ്ങനെ തോന്നാൻ മാത്രമൊന്നുമില്ല. ഒത്തിരി എക്സ്പോഷർ കിട്ടുന്നുണ്ട്, ക്ലിനിക്കൽ എക്സ്പോഷർ കിട്ടുന്നുണ്ട്. ഓഫ് കോഴ്സ് ഹോസ്പിറ്റൽ ഫ്രണ്ടിൽ തന്നെ ഉള്ളപ്പോൾ നല്ല എക്സ്പോഷർ കിട്ടുന്നുണ്ട്. ആൻഡ് ഐ തിങ്ക് ഇറ്റ്സ് ബെനഫിഷ്യൽ. നമുക്ക് മെഡിസിൻ പഠിക്കുമ്പോൾ തന്നെ ഫ്രണ്ടിലൊരു ഹോസ്പിറ്റൽ ഉണ്ടായി ക്ലിനിക്കൽ എക്സ്പോഷർ കിട്ടുക എന്ന് പറഞ്ഞത് റിയലി ഒരു ബെനിഫിറ്റ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. നാട്ടിൽ നിന്ന് വരുന്നതിന് മുമ്പ് പേടി ഉണ്ടായിരുന്നോ ഇവിടെ വരാൻ? യെസ്, ഓഫ് കോഴ്സ് പേടി ഉണ്ടായിരുന്നു. ആക്ച്വലി ഞാൻ ബോസ്നിയ എന്ന് പറഞ്ഞൊരു കൺട്രിയെ പറ്റി ആക്ച്വലി കേട്ടിട്ട് പോലും ഇല്ല. സോ ലൈക്ക് ഇങ്ങനെ ഡീവേൾഡായിട്ട് ഇൻട്രാക്ട് ചെയ്ത് കഴിഞ്ഞാണ് ഞാൻ ആക്ച്വലി ബോസ്നിയ എന്ന് പറഞ്ഞ കൺട്രിയെ തന്നെ പരിചയപ്പെടുന്നത്. അത് കഴിഞ്ഞ് ഇതിനെപ്പറ്റി കൂടുതൽ ഇൻഫർമേഷനൊക്കെ അറിഞ്ഞ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടി പേടിയൊക്കെ മാറി. ഓക്കെ, പാരൻസ് എല്ലാവരും ഹാപ്പിയാണോ? ഹാപ്പിയാണ്. എന്താണ് വരാൻ പോകുന്ന സ്റ്റുഡൻസിനോട് നിങ്ങൾക്ക് പറയാനുള്ളത്? ഒട്ടും പേടിക്കണ്ട. ഇവിടെ വന്നു കഴിഞ്ഞ് ഓൾമോസ്റ്റ് എല്ലാം നമ്മൾ അഡാപ്റ്റഡ് ആവും. പിന്നെ മെഡിസിൻ ആണ്, ഓഫ് കോഴ്സ് കുറച്ചൊക്കെ സ്ട്രെസ് കാണും, ബട്ട് എല്ലാം ഇവഞ്ച്വലി ഓക്കെ ആവും. ആൻഡ് ക്ലൈമറ്റ് മാത്രമേ നമുക്ക് ഒരു റിസ്ക് എന്ന് പറയാൻ പറ്റില്ല, ഒന്ന് അഡാപ്റ്റ് ചെയ്യാൻ കുറച്ച് പാടാവുന്ന ഒരു ക്ലൈമറ്റ് മാത്രമാണ്. ആൻഡ് ഇറ്റ് ടേക്സ് അബൌട്ട് 1 month or സംതിങ്, അപ്പോൾ തന്നെ നമ്മൾ അഡാപ്റ്റ് ആവും. പിന്നെ നാട്ടിലുള്ള പോലെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് ടൈറ്റ് ഷെഡ്യൂൾസ് അല്ല. നമുക്ക് ഓരോ ടൈം ടേബിളൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, നല്ലപോലെ ബ്രേക്ക് ഒക്കെ തന്ന് ഒത്തിരി സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ള ഷെഡ്യൂളാണ്. ആൻഡ് ഐ ഫീൽ ലൈക്ക് ഇറ്റ്സ് സേഫ്. ആക്ച്വലി നമ്മൾ ഒരുപാട് ചൂടൊക്കെ ഉള്ള ഒരു നാട്ടിൽ നിന്നാണ് ഇവിടെ വന്നത്. നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ച ആ ഒരു ക്ലൈമറ്റ് രീതി, ഓട്ടം, സ്പ്രിംഗ്, സമ്മർ, വിൻ്റർ, ഈ ഒരു 4 സീസൺ നല്ല രീതിയിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് അല്ലേ? പിന്നെ ഇവിടെ വരുന്നതിന് മുമ്പ് എന്തായാലും നിങ്ങൾ വേറെ കൺട്രീസിൽ എന്തായാലും അപ്ലൈ ചെയ്യാനും വേറെ കൺട്രികളെ കുറിച്ചുള്ള, ഇപ്പോൾ ഇതിനുള്ള താരതമ്യമുള്ള വേറെ കൺട്രീസ് ഉണ്ട് MBBS പെർസ്യൂ ചെയ്യാൻ പറ്റാത്തത്. എന്തുകൊണ്ടാണ് നിങ്ങൾ ബോസ്നിയ തന്നെ ചൂസ് ചെയ്തത്? ഓഫ് കോഴ്സ് ഫീസ് അഫോർഡബിൾ ആണ്. നല്ലപോലെ അഫോർഡബിൾ ആയിട്ട് ഒരു യൂറോപ്യൻ കൺട്രി കിട്ടുക എന്ന് പറയുമ്പോഴത്തേക്ക് ഓഫ് കോഴ്സ് ഇവിടെ തന്നെ ഫിക്സ് ചെയ്യും. ആക്ച്വലി ഞാൻ ഉസ്ബെക്കിസ്ഥാനാണ് ഫസ്റ്റ് റീച്ച് ഔട്ട് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് നോക്കിയപ്പോൾ വൈ നോട്ട് യൂറോപ്യൻ കൺട്രി തന്നെ, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പഠിക്കാമല്ലോ. സോ ഓഫ് കോഴ്സ് ഐ ചൂസ് ദാറ്റ്. ഓക്കെ, നിങ്ങളുടെ ഇവിടുത്തെ ഭക്ഷണ രീതികളും താമസ രീതികളും എങ്ങനെയാണ്? നല്ല രീതിയിൽ തന്നെയാണ്, നല്ല കംഫർട്ടബിൾ ആയിട്ട് തന്നെയാണ് പോകുന്നത്. ആൻഡ് നമുക്ക് അടുത്ത് തന്നെ ഓൾമോസ്റ്റ് എല്ലാ സൂപ്പർ മാർക്കറ്റ്സും എല്ലാം അവൈലബിൾ ആയിട്ടുള്ളത് കാരണം എല്ലാം കംഫർട്ടബിൾ ആയിട്ട് തന്നെയാണ്. ഇവിടെ എല്ലാം നിങ്ങൾക്ക് വാക്കിംഗ് ഡിസ്റ്റൻസിൽ, ഞാൻ ഓൾറെഡി ഇതിനെക്കുറിച്ചുള്ള ഡോക്യുമെൻ്ററി ചെയ്തിട്ടുണ്ട്. എന്നാൽ പോലും നിങ്ങളുടെ ഒരു റിയൽ ലൈഫ് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾക്ക് എല്ലാം വാക്കിംഗ് ഡിസ്റ്റൻസിൽ, ഞാനെല്ലാം എടുത്തിട്ടുണ്ട്. എന്നാൽ പോലും നിങ്ങൾക്ക് വാക്കിംഗ് ഡിസ്റ്റൻസിൽ ഉള്ള എല്ലാ കാര്യങ്ങളും, നിങ്ങൾക്കുള്ള സൂപ്പർ മാർക്കറ്റ്സ് ആണെങ്കിലും ബാക്കിയുള്ള മെഡിക്കൽ ഷോപ്സ് ആണെങ്കിലും ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വാക്കിംഗ് ഡിസ്റ്റൻസിൽ തന്നെയാണോ? എല്ലാം അവൈലബിൾ ആണ്. സോ എന്തായാലും ഇതൊരു നമ്മൾ ഡി വേൾഡിൽ നിന്ന് കഴിഞ്ഞ കൊല്ലം ഫസ്റ്റ് ഇയർ സ്റ്റുഡൻ്റ് ആണ്. ആലപ്പുഴയിൽ നിന്നാണ് ഈ കുട്ടി വന്നിരിക്കുന്നത്. നമ്മൾ പാരൻസായിട്ട് നല്ല ഒരു ബന്ധം ഇപ്പോഴും നിലനിർത്തുന്നുണ്ട്. വേറൊരു കാര്യം, ഡി വേൾഡ് പറഞ്ഞ എല്ലാ കാര്യങ്ങളും, ഞങ്ങൾ പ്രോമിസ് ചെയ്ത എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് കൂടെ കിട്ടിയിട്ടുണ്ടോ? ഓഫ് കോഴ്സ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇതാണ് ഞങ്ങൾ പ്രോമിസ് ചെയ്യുന്നത്. ഞങ്ങൾ പ്രോമിസ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്തു തരും. ഞങ്ങൾ പ്രോമിസ് ചെയ്യാത്ത കാര്യങ്ങൾ ഞങ്ങൾക്ക് ഗ്യാരണ്ടി ചെയ്യാൻ പറ്റത്തില്ല. സോ എന്തായാലും ഏതെങ്കിലും സ്റ്റുഡൻസ് ബോസ്നിയനെ കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ കോൺടാക്ട് ഡി വേൾഡ് ഇന്റർനാഷണൽ.